ലെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. നമുക്ക് സാധാരണ കോൺവെർസേഷൻസിൽ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ലെറ്റ്. ഭയങ്കര എളുപ്പമാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ലെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കില്ലേ, പെർമിഷൻ ചോദിക്കില്ലേ, ആ സമയത്ത് നമുക്ക് പെർമിഷൻ തരികയാണെങ്കിൽ നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം. പെർമിഷൻ ചോദിക്കാൻ നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം. അതെങ്ങനെ ഉപയോഗിക്കുക? ഞാൻ ഈ ആപ്പിൾ തിന്നോട്ടെ, ലെറ്റ് മീ ഈറ്റ് ദിസ് ആപ്പിൾ. ഞാൻ ഈ ആപ്പിൾ തിന്നോട്ടെ, ലെറ്റ് മീ ഡൂ ദിസ്. അപ്പോൾ അതാണ് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. ലെറ്റ് മീ ടേക്ക് ദിസ്, ഞാനിത് എടുത്തോട്ടെ. അപ്പോൾ ഞാൻ പറയാം, ഞാനിവിടെ കിടന്നോട്ടെ. എങ്ങനെ പറയാം? കിടക്കുക എന്നുള്ളതിന് ലൈ ഡൗൺ. ലെറ്റ് മീ ലൈ ഡൗൺ ഹിയർ. ലെറ്റ് മീ, ആ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് മീ ടു ഒന്നും വേണ്ട കേട്ടോ. ലെറ്റ് മീ ലൈ ഡൗൺ ഹിയർ. ഞാൻ ഈ പുസ്തകം എടുത്തോട്ടെ. എങ്ങനെ പറയും? ലെറ്റ് മീ ടേക്ക് ദിസ് ബുക്ക്. അപ്പോൾ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ലെറ്റ് കുറേ യൂസ് ചെയ്യുക. വേറെ യൂസസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുക, ഞാനിത് എടുത്തോട്ടെ, ഞാൻ പൊക്കോട്ടെ, ഞാൻ ചെയ്തോട്ടെ, അങ്ങനെ ആ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പെർമിഷൻ ചോദിച്ചിട്ട് അവർ ആ ശരി ചെയ്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും, അവൾ അത് ചെയ്യാൻ എന്നെ അനുവദിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഷീ ലെറ്റ് മീ ഡു ഇറ്റ്. അപ്പോൾ ഡൂന് പകരം എന്താ നിങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാൻ അനുവദിച്ചത് അത് പറയാം. ഇപ്പോൾ ആപ്പിൾ തിന്നാൻ അനുവദിച്ചു. ഷീ ലെറ്റ് മീ ഈറ്റ് ദ ആപ്പിൾ. അവൾ എന്നെ ആ ആപ്പിൾ തിന്നാൻ അനുവദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷീ ലെറ്റ് മീ ഈറ്റ് ദ ആപ്പിൾ. ഓക്കെ, ഇനി അടുത്തൊരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇമെയിൽ വഴി ഞാൻ അയച്ചുതരാം. എൻ്റെ ഇമെയിൽ ഐ ഡി താഴെ കൊടുക്കാം. നിങ്ങൾ അതിലേക്ക് ഒരു ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇമെയിലിൽ റിപ്ലൈ ആയിട്ട് അയച്ചു തരാം കേട്ടോ. ഞാൻ എങ്ങാനും അവളോട് വേണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ ദിവസം മുഴുവൻ ഇരുന്ന് ടി വി കണ്ടേനെ. എങ്ങനെ പറയും? അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. ദിവസം മുഴുവൻ അവൾ ടി വി കണ്ടേനെ, അങ്ങനെ എങ്ങനെ പറയുന്നത്? ഷീ വുഡ് വാച്ച് ടി വി ദിവസം മുഴുവൻ, ദ ഹോൾ ഡേ. എപ്പോൾ? ഇഫ് വി ലെറ്റ് ഹർ. വി എന്ന് വെച്ചാൽ നമ്മൾ അവളെ അനുവദിക്കുകയാണെങ്കിൽ അവളെ ദിവസം മുഴുവൻ ഇരുന്ന് ടി വി കാണും അല്ലേ. അവൾ അങ്ങനത്തെ ഒരാളാണ്, മടിച്ചാണ്. ഷീ വുഡ് വാച്ച് ടി വി ദ ഹോൾ ഡേ ഇഫ് വി ലെറ്റ് ഹർ. അല്ലെങ്കിൽ ഞാൻ അനുവദിക്കുകയാണെങ്കിൽ ഇഫ് ഐ ലെറ്റ് ഹർ. അപ്പോൾ ഞാൻ അനുവദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അനുവാദം കൊടുക്കുക, അതാണ് ടു ലെറ്റ് സംവൺ ഡൂ സംതിങ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കുമോ? ഞാൻ അവനെ മഴയത്ത് കളിക്കാൻ അനുവദിച്ചു. എങ്ങനെ പറയാ? ഞാൻ ഐ അനുവദിച്ചു. ലെറ്റ് ഹിം എന്തിന്? പ്ലേ ഇൻ ദ റെയിൻ. അപ്പോൾ ടു പ്ലേ എന്ന് പറയരുത് കേട്ടോ. ഐ ലെറ്റ് ഹിം പ്ലേ ഇൻ ദ റെയിൻ. ഞാൻ അവന് ബിരിയാണി തിന്നാൻ അനുവദിച്ചു. ഐ ലെറ്റ് ഹിം ഈറ്റ് എ ബിരിയാണി. ഒരു ബിരിയാണി തിന്നാൻ അവനെ അനുവദിച്ചു. ഞാൻ അവനെ പുറത്തു പോകാൻ അനുവദിച്ചു. ഐ ലെറ്റ് ഹിം ഗോ ഔട്ട് അല്ലേ, അല്ലെങ്കിൽ ഔട്ട് സൈഡ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഐ ലെറ്റ് ഹിം ഗോ ഔട്ട്. ഓക്കെ, വേറൊരു സെൻറ്റൻസ് പറയാം. ഞാൻ അവനെ ഒരു ഐസ്ക്രീം തിന്നാൻ അനുവദിച്ചു. ഐ ലെറ്റ് ഹിം ഈറ്റ് എൻ ഐസ്ക്രീം. അപ്പോൾ ആ പാറ്റേൺ പിടികിട്ടിയോ? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ ലെറ്റ് ഹിം ടു എന്ന് പറയരുത്. ഐ ലെറ്റ് ഹിം ഞാൻ അനുവദിച്ചു. പിന്നെ എന്താ കാര്യം എന്നുള്ളത് ആ വേർബ് മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. പ്ലേ ഇൻ ദ റെയിൻ. ടു പ്ലേ ഇൻ ദ റെയിൻ പറയരുത് കേട്ടോ. അത് ഒരു കോമൺ മിസ്റ്റേക്കാണ്, ചെയ്യരുത് കേട്ടോ അത്. അപ്പോൾ അനുവദിച്ചു എന്നുള്ളത് പറഞ്ഞു. ഇനി അനുവദിച്ചില്ല എന്നെങ്ങനെ പറയും? അവർ എന്നെ ഞായറാഴ്ച പുറത്ത് പോകാൻ അനുവദിച്ചില്ല. അച്ഛനമ്മമാരെ കുറിച്ച് പറയായിരിക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം, നീ എന്താ ഞായറാഴ്ച വരാതിരുന്നേ? അപ്പോൾ എൻ്റെ അച്ഛനമ്മമാരെ അവർ ഞായറാഴ്ച പുറത്ത് പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെ പറയും, ദേ ഡിഡിൻറ്റ്. ഒന്നല്ലെങ്കിൽ അലൗ, അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ലെറ്റ് വെച്ചിട്ടും പറയാം. ഇതേ മീനിങ് തന്നെയാണല്ലോ ലെറ്റിനും. ദേ ഡിഡിൻറ്റ് ലെറ്റ് മീ ഗോ ഔട്ട് ഓൺ സൺഡേ. ഞായറാഴ്ച അവരെന്നെ പുറത്ത് പോകാൻ സമ്മതിച്ചില്ല. ദേ ഡിഡിൻറ്റ് ലെറ്റ് മീ ഗോ ഔട്ട് ഓൺ സൺഡേ. ഓക്കെ, അവർ 2 മുട്ട കഴിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ പറയും, ദേ ഡിഡിൻറ്റ് ലെറ്റ് മീ ഈറ്റ് 2 eggs. ഓക്കെ, ആ സംഭവം മനസ്സിലായില്ലേ? അനുവദിച്ചു എന്ന് പറയാൻ ദേ ലെറ്റ് മീ ഡു ഇറ്റ്. അനുവദിച്ചില്ല, ദേ ഡിഡിൻറ്റ് ലെറ്റ് മീ ഡു ഇറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ കേട്ട് വരുന്നൊരു സംഭവമാണ്, അപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറയും ഒരാൾ. അപ്പോൾ നമ്മൾ പറയാം, പറയൂ കേട്ടോ, അന്വേഷിച്ചിട്ട് പറയൂ. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നതിൻ്റെ അതിന് അന്വേഷിച്ചിട്ട് പറയൂ എന്ന് പറയാൻ വേണ്ടി ഷുവർ ലെറ്റ് മീ നോ. ഷുവർ എന്ന് വെച്ചാൽ ഓക്കെ, അറിയിക്കൂ, ലെറ്റ് മീ നോ. അപ്പോൾ അറിയിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ നോ എന്ന് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കോൺവെർസേഷൻ്റെ എൻഡിലൊക്കെ മിക്കവാറും എനിക്കിപ്പോൾ 3-ാം തീയതി ഫ്രീ ആണെന്ന് തോന്നുന്നില്ല, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ നോക്കിയിട്ട് പറഞ്ഞോളൂ. ആ സംഭവം അറിയിക്കൂ, ലെറ്റ് മീ നോ, എന്നെ അറിയിക്കൂ.
അപ്പോൾ അവിടെ അനുവാദമൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു യൂസേജ് ഉണ്ട്, ലെറ്റ് മീ നോ. അപ്പോൾ അതും നിങ്ങൾ പൊതുവെ കേൾക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, ലെറ്റ് മീ ടേക്ക് ദിസ്, ഞാൻ അത് എടുത്തോട്ടെ. ലെറ്റ് മീ നോ എന്ന് വെച്ചാൽ എന്തെങ്കിലും അനുവാദം തരാനല്ല, അറിയിക്കൂ, അതാണ് അർത്ഥം കേട്ടോ. നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യുന്നതെന്ന് എന്നെ അറിയിക്കൂ. എങ്ങനെ പറയും? പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് യു ഡിസൈഡ്. നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് എന്നെ അറിയിക്കൂ. അപ്പോൾ ആദ്യം പ്ലീസ് ലെറ്റ് മീ നോ, അറിയിക്കൂ എന്ത്, വാട്ട് യു ഡിസൈഡ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ 2 യൂസ് നമ്മൾ പഠിച്ചു അല്ലേ. ആദ്യത്തത് എന്തായിരുന്നു? ഞാൻ ചെയ്തോട്ടെ, ലെറ്റ് മീ ടേക്ക് ദിസ്, ലെറ്റ് മീ ഈറ്റ് ദിസ്. അവൾ എന്നെ ചെയ്യാൻ അനുവദിച്ചു, ഷീ ലെറ്റ് മീ ഡു ഇറ്റ്. അവൾ എന്നെ ചെയ്യാൻ അനുവദിച്ചില്ല, ഷീ ഡിഡിൻറ്റ് ലെറ്റ് മീ ഡു ഇറ്റ്. അറിയിക്കൂ, ലെറ്റ് മീ നോ. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇപ്പം തന്നെ ചോദിക്കാം. അവൾ ഡോറ് പൂട്ടി വെച്ചു, എന്നിട്ട് എന്നെ അകത്ത് കയറാൻ അനുവദിച്ചില്ല. എങ്ങനെ പറയും? അവൾ ഡോറ് പൂട്ടി, എങ്ങനെ പറയും? ഷീ ലോക്ക്ഡ് ദ ഡോർ ആൻഡ് റിഫ്യൂസ്ഡ് ടു ലെറ്റ് മീ ഇൻ. എന്നെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. റിഫ്യൂസ് ചെയ്യുന്ന വെച്ചാൽ നിരസിച്ചു. എന്ത്? അകത്ത് കയറാൻ ഞാൻ ചോദിച്ചപ്പോൾ റിഫ്യൂസ് ചെയ്തു. ഒന്നില്ലെങ്കിൽ ആൻഡ് ഡിഡ്ന്റ് ലെറ്റ് മീ ഇൻ, അങ്ങനെ പറയാം. അകത്ത് കയറാൻ സമ്മതിച്ചില്ല. ഇത് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അപ്പോൾ റിഫ്യൂസ് ടു ലെറ്റ് മീ ഇൻ, അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതികളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ലെറ്റ് ഉപയോഗിക്കാവുന്നത് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കാവുന്ന വേറെ രീതി സജഷനാണ്. അത് നമ്മൾ പെർമിഷൻ പറഞ്ഞു, പിന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞു, പിന്നെ സജഷൻ എങ്ങനെയാണ്? എന്നാൽ പോവാം എന്ന് പറയില്ലേ, ലെറ്റ്സ് ഗോ. പിന്നെ ഞാൻ വഴിയിലൊക്കെ ഇങ്ങനെ കുറേ ബാഗുകൾ ഇരിക്കുക, അപ്പോൾ അയാൾക്കിവിടെ വരാൻ പറ്റില്ല, ഞാനിത് മാറ്റിത്തരാം, അങ്ങനെ സജസ്റ്റ് ചെയ്യാം അല്ലേ. സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു കാര്യം ഇങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറയാം. പെർമിഷൻ ചോദിക്കുന്നല്ല കേട്ടോ. പെർമിഷൻ എന്ന് വെച്ചാൽ അവർ അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഇത് നമുക്ക് ഇതാണ് നല്ല കാര്യം എന്നറിയാം, അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ എന്ന് പറയില്ലേ, അത് ആ സംഭവമാണ് സജഷൻ. അപ്പോൾ ഈ ബാഗുകൾ ഞാൻ വഴിയിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ, അങ്ങനെ പറഞ്ഞു. എങ്ങനെ പറയാ? ലെറ്റ് മീ മൂവ് ദീസ് ബാഗ്സ് ഔട്ട് ഓഫ് യുവർ വേ. നിങ്ങളുടെ വഴിയിൽ നിന്നും ഔട്ട് ഓഫ് യുവർ വേ. മനസ്സിലായോ? ലെറ്റ് മീ ഡു ദിസ് എന്ന് വെച്ചാൽ ഞാനിത് ചെയ്യാം. ചെയ്തോട്ടെ എന്നല്ല, എന്ന് വെച്ചാൽ പെർമിഷൻ അല്ല, ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണമാണെങ്കിൽ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അപ്പോൾ സജസ്റ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാനും നമുക്ക് ഈ ലെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ്. ലെറ്റസ് ഡു ഇറ്റ് എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാം. ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ് എന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യണ്ട. ലെറ്റസ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് നൗ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ഒത്തിരി പ്രശ്നമാണ് ആ ടോപ്പിക്ക്, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് നൗ. ടോക്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഇപ്പം. നൗ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് നൗ. മനസ്സിലായോ? അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ റിവൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണം. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ സെൻറ്റൻസ് ഉണ്ടാക്കണേ. ഞാൻ പൊക്കോട്ടെ, എങ്ങനെ പറയാ? ലെറ്റ് മീ ഗോ, ഞാൻ പൊക്കോട്ടെ അല്ലേ, പെർമിഷൻ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ടീച്ചർ എന്നെ ഇരിക്കാൻ അനുവദിച്ചു. ദ ടീച്ചർ ലെറ്റ് മീ സിറ്റ് ഡൗൺ അല്ലേ, അനുവദിച്ചു. കുറേ നേരം നിന്നല്ലേ, ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഇരുന്നോ. ദ ടീച്ചർ ലെറ്റ് മീ സിറ്റ് ഡൗൺ. അവൾ എന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഷി ഡിഡിൻറ്റ് ലെറ്റ് മീ ഇൻ അല്ലേ. ലെറ്റ് മീ ഇൻ. ലെറ്റ് മീ ഗോ ഇൻ എന്ന് പറയേണ്ട കാര്യമില്ല, ലെറ്റ് മീ ഇൻ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ചെറുതാക്കി പറഞ്ഞാൽ നമുക്കൊരു സൗകര്യം. പിന്നെ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? അറിയിക്കൂ കേട്ടോ, അങ്ങനെ പറയാം. ലെറ്റ് മീ നോ, ലെറ്റ് മീ നോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലേ, സജഷൻസ്. നമുക്ക് പോവാം, എങ്ങനെ പറയാം? ലെറ്റ്സ് ഗോ, ലെറ്റ് അസ് ഗോ കേട്ടോ. ലെറ്റ്സ് ഗോ, ലെറ്റ് അപ്പോസ്ട്രോഫി എസ്, ലെറ്റ്സ്. ലെറ്റ് അസിന് ഷോർട്ടാണ്, ലെറ്റ്സ് ഗോ. നമുക്കത് ചെയ്യണ്ട, ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ് അല്ലേ, ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ്. ഈ 3 നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ട മീനിങ്. ഒരു ലെറ്റർ കൂടി നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ കാണും. അതെന്നറിയോ? നമ്മുടെ ഈ ബിൽഡിങ്ങുകൾ, റൂമുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ടു ലെറ്റ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം വാടകയ്ക്ക് കൊടുക്കാനുണ്ട്, ടു റെൻ്റ് ആണെന്നാണ് കേട്ടോ. അപ്പോൾ ദേ ഹവ് ലെറ്റ് ദെയർ ഹൗസ് ഫോർ ദ ഹോൾ സമ്മർ. ഈ സമ്മറിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോയി വേറെ ഏതെങ്കിലും രാജ്യത്ത് 2 മാസം താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വന്തം വീട് ഇപ്പോൾ വലുതല്ലേ, പൂട്ടിയിടണ്ട, ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ ദേ ഹാവ് ലെറ്റ് ദെയർ ഹൗസ് എന്ന് വെച്ചാൽ അവർ റെൻറ്റിന് കൊടുത്തു വീട്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ടു ലെറ്റ് എന്നുള്ളൊരു വാക്ക് ഉണ്ട്, അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ടു റെൻറ്റ് എന്നുള്ളൊരു അർത്ഥം അതിനുണ്ടെന്ന് പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ 3 കേട്ടോ. പെർമിഷൻ, അറിയിക്കൂ കേട്ടോ, സജഷൻ. ഇതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലെറ്റ് അസ് ഗോ, ലെറ്റ്സ് ഗോ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ നമ്മൾ പോവാം എന്നുള്ള അർത്ഥം. ലെറ്റ്സ് ഗോ, ആ അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന അർത്ഥം. ലെറ്റ്സ് ഗോ നമുക്ക് പോവാം. ലെറ്റ് ഹിം ഗോ ആണെങ്കിലോ, അവനെ വിടൂ, അവനെ പോകാൻ അനുവദിക്കൂ.
അതാണ് അതിൻ്റെ അർത്ഥം. ലെറ്റ് അസ് ഗോ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ പോകാൻ അനുവദിക്കൂ എന്നായിക്കൂടെ എന്നൊരു സംശയം തോന്നും അല്ലേ? അതെപ്പോഴാവുക? കോണ്ടെക്സ്റ്റ് വെച്ചിട്ട്. പണിയൊക്കെ കഴിഞ്ഞു, വി ഹാവ് ഡൺ എവറിത്തിങ്, പ്ലീസ് ലെറ്റ് അസ് ഗോ, ഞങ്ങളെ വിടൂ. ആ അർത്ഥത്തിൽ പ്ലീസ് ലെറ്റ് അസ് ഗോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോകാൻ അനുവദിക്കൂ എന്നർത്ഥമുണ്ട്. അപ്പം നമ്മൾ പണിയൊന്നും തീർക്കാണ്ട് അയാൾക്കാകെ ദേഷ്യം പിടിച്ച് നിങ്ങളിന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് വരാം, എന്നിട്ട് എല്ലാ പണിയും ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് വി ഹവ് കംപ്ലീറ്റഡ് എവറിത്തിങ്, എല്ലാം തീർത്തിട്ടുണ്ട്, പ്ലീസ് ലെറ്റ് അസ് ഗോ, ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ്, ആ സാഹചര്യം നോക്കിയിട്ട് വേണം അർത്ഥം മനസ്സിലാക്കാൻ. പക്ഷെ പൊതുവേ നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്നിട്ട് എടാ സമയമായി നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ, ആ ലെറ്റ്സ് ഗോ വളരെ കോമൺ ആയിട്ട് നിങ്ങൾ അങ്ങനെ കേൾക്കൂട്ടോ. പക്ഷേ ലെറ്റ് ഹിം ഗോ, ഹർ ഗോ, ലെറ്റ് ദം ഗോ എന്നൊക്കെ പറഞ്ഞാൽ അവരെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരെ വിടൂ എന്നാണ് അർത്ഥം, പോകാൻ അനുവദിക്കൂ എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആവശ്യത്തിന് തെളിവുണ്ടായിരുന്നില്ല, അപ്പോൾ പോലീസ് അവരെ വിട്ടയച്ചു. എങ്ങനെ പറയും? ആവശ്യത്തിന് തെളിവുണ്ടായിരുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുക, എന്തെങ്കിലും ഉണ്ടാവാതിരിക്കുക, ആ സെൻറ്റൻസുകൾ എങ്ങനെ തുടങ്ങും? ദെയർ ഇസ് അല്ലെങ്കിൽ ദെയർ ഇസിൻറ്റ് അല്ലേ? പക്ഷേ ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പത്തെ കാര്യമാണ്, ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ വാസ് ആണ് വരിക. ദെയർ വാസിൻറ്റ് ഇനഫ് എവിഡൻസ്, ആവശ്യത്തിന് തെളിവ്, എവിഡൻസ് ആണ് തെളിവ് കേട്ടോ. ദെയർ വാസിൻറ്റ് ഇനഫ് എവിഡൻസ്, അതുകൊണ്ട് എന്ത് പറ്റി? പോലീസ് അയാളെ വിട്ടയച്ചു. സോ ദ പോലീസ് ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹിം ഗോ, പോകാൻ അനുവദിച്ചു. മനസ്സിലായോ? ലെറ്റ് ഹിം ടു ഗോ എന്ന് പറയരുത്. ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, മനസ്സിലോർത്തിട്ടുണ്ടാവും, അത് പ്രത്യേകം ഓർക്കണം. സോ ദ പോലീസ് ലെറ്റ് ഹിം ഗോ, ടു വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു വികാരം നമുക്കുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചാൽ അത് പോട്ടടാ, ലെറ്റ് ഇറ്റ് ഗോ. അപ്പോൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തിൻ്റെ കാര്യം, ലെറ്റ് ഇറ്റ് ഗോ. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ടിനെയൊക്കെ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, ഇല്ലടാ ഞാൻ നിന്നെ കുറേ നേരത്തേക്ക് വിടില്ല, നിന്നെ ഞാൻ വിടാൻ പോകണില്ല, അങ്ങനെ പറയില്ലേ? അപ്പോൾ വിടുക, ആ വിടുക എന്ന് വെച്ചാൽ പോകാൻ അനുവദിക്കുക, അതിന് നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം. ഐ ഹാവ് നോ പ്ലാൻസ് ടു ലെറ്റ് യു ഗോ എനി ടൈം സൂൺ, നിന്നെ അടുത്തൊന്നും ഞാൻ ഇവിടുന്ന് വിടില്ലടാ. ഐ ഹാവ് നോ പ്ലാൻസ് എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഒരു ഉദ്ദേശമില്ല, എന്തിന്? ടു ലെറ്റ് യു ഗോ എനി ടൈം സൂൺ, നിന്നെ ഇവിടുന്ന് വിടാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഗസ്റ്റ് വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ പോണം പോണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ, ഇല്ല അങ്ങനത്തെ ഒരു കാര്യമില്ല, നിങ്ങളെ വിടില്ല, നിങ്ങളെ അടുത്ത് വിടാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. ഐ ഹാവ് നോ പ്ലാൻസ് ടു ലെറ്റ് യു ഗോ എനി ടൈം സൂൺ എന്ന് വെച്ചാൽ ഉടൻ ഏതെങ്കിലും സമയം അടുത്ത് തന്നെ നിങ്ങളെ വിടില്ല എന്നർത്ഥം. അപ്പോൾ ഇത് തന്നെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേറെ അർത്ഥം വരാം. ഇപ്പോൾ ബോസ് പറയാണ് നിന്നെ ഞാൻ അടുത്തൊന്നും പോകാൻ അനുവദിക്കില്ല, പണി മുഴുവൻ തീർക്ക്, ഐ ഹാവ് നോ പ്ലാൻസ് ടു ലെറ്റ് യു ഗോ എനി ടൈം സൂൺ. വൈകുന്നേരം രാത്രി ആയെങ്കിലും വേണ്ടിയിട്ടില്ല, എന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ വർക്കാണിത്, ഇത്ര ദിവസമായിട്ട് ചെയ്തിട്ടില്ല, നിന്നെ അടുത്തൊന്നും പോകാൻ അനുവദിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കാം, ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കാം പറയണത്, സാഹചര്യം കൊണ്ട് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പോവാൻ അനുവദിക്കുക, ടു ലെറ്റ് സമ്മൺ ഗോ. ഓക്കെ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മളെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ പറയാണ് എൻ്റെ കൈ വിട്, എനിക്ക് വേദനിക്കുന്നു, അതെങ്ങനെ പറയും? ലെറ്റ് ഗോ ഓഫ് മൈ ഹാൻഡ്. അപ്പോൾ ലീവ് മൈ ഹാൻഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ലെറ്റ് ഗോ ഓഫ് മൈ ഹാൻഡ്, ഇങ്ങനെയും കേൾക്കാം കേട്ടോ. എനിക്ക് വേദനിക്കണു, യു ആർ ഹേർട്ടിങ് മീ, ലെറ്റ് ഗോ ഓഫ് മൈ ഹാൻഡ്, യു ആർ ഹേർട്ടിങ് മീ. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ കോമൺ ആയിട്ട് പറയാറുള്ള വേറൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെ പറയും? ലെറ്റ്സ് ഫിനിഷ് ദിസ് ഫസ്റ്റ്, ഞാനിത് ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യ്, അങ്ങനെ പറയും. ലെറ്റ് അസ് അല്ല, ഞാനല്ലേ ഫിനിഷ് ചെയ്യണ്ടേ, ലെറ്റ് മീ ഫിനിഷ് ദിസ് ഫസ്റ്റ്. അവിടെ ലെറ്റ്സ് മീ ഫിനിഷ് ദിസ് ഫസ്റ്റ് അല്ല കേട്ടോ, ആദ്യം എന്നെ ഒന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് അവിടെ. അപ്പോൾ ലെറ്റ് മീ ഫിനിഷ് ദിസ് ഫസ്റ്റ്. മനസ്സിലായോ? ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് അസ് ആണ്, അത് ഓർക്കുക. നമുക്കൊന്ന് നടക്കാൻ പോവാം, എങ്ങനെ പറയും? ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. എന്തെങ്കിലും പുറത്തു പോയി ചെയ്യാന്നൊക്കെ പറയാം, ലെറ്റ്സ് ഗോ കേട്ടോ. പിന്നെ എന്തിനാണ് എന്നുള്ളത് പിന്നീട് പറയാം. ലെറ്റ്സ് ഗോ ടു ദിസ് റെസ്റ്റോറൻറ്റ്, ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ, അങ്ങനെ സജഷനാണ്. മറ്റേത് സജഷനാണ്, നടക്കാൻ പോവാം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. കാര്യം ശ്രദ്ധിക്കേണ്ടത് ലെറ്റ് ഗോ ഫോർ എ വാക്ക് അല്ല, ലെറ്റ് ഗോ എന്ന് വെച്ചാൽ വിടുക കേട്ടോ. ലെറ്റ് ഗോ എന്ന് വെച്ചാൽ അത് വിടുക, അല്ലെങ്കിൽ പോവാൻ അനുവദിക്കുക, ഫ്രീ ആക്കാൻ അനുവദിക്കുക, അതാണ് ലെറ്റ് ഗോ. ലെറ്റ് അസ് ഗോ എന്ന് വെച്ചാൽ നമുക്ക് പോവാം എന്നാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് പ്ലീസ് ലെറ്റ് അസ് ഗോ എന്ന് ഒരാളോട് പറയുകയാണെങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കൂ, അങ്ങനെ. അപ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, വിടൂ എന്നാണ് അർത്ഥം. ഓക്കെ? ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോവാന്ന്. ഓക്കെ? സമയമായി നമുക്ക് പോവാം, എങ്ങനെ പറയും? ഇറ്റ്സ് ടൈം, ലെറ്റ്സ് ഗോ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ പഠിച്ചു തന്നെയാണ്. എല്ലാവരും കൂടി ഒരു പെൺകുട്ടീനെ ഇങ്ങനെ കരയിപ്പിക്കുക, അവരെന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് തോന്നി ഇതിനെന്തോ പ്രശ്നമുണ്ടല്ലോ, എല്ലാവരും കൂടി ഇങ്ങനെ ആ കുട്ടീനെ പറഞ്ഞ് ശരിയല്ലല്ലോ. അപ്പോൾ ആ കുട്ടിയോട് എന്താന്നൊക്കെ ചോദിക്കുക നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി അല്ല അവൾ പറഞ്ഞത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പറയാം ഒന്നും മിണ്ടാതിരിക്കുമോ, അവളൊന്ന് പറഞ്ഞോട്ടെ. അതെങ്ങനെ പറയും? അവളൊന്ന് പറഞ്ഞോട്ടെ, അവളെ പറയാൻ അനുവദിക്കൂ. ലെറ്റ് ഹെർ എക്സ്പ്ലെയിൻ. ഒന്നും മിണ്ടാതിരിക്കൂ ഹേ നിങ്ങളൊക്കെ, ലെറ്റ് ഹെർ എക്സ്പ്ലെയിൻ, അത് പറയട്ടെ,
ലെറ്റ് ഹെർ എക്സ്പ്ലെയിൻ കേട്ടോ. അപ്പോൾ അവളെ ചെയ്യാൻ അനുവദിക്കൂ എന്ന് വെച്ചാൽ ലെറ്റ് ഹെർ ഡു ഇറ്റ്. അപ്പോൾ ലെറ്റ് ഹെർ എക്സ്പ്ലെയിൻ അല്ലേ. എന്നാൽ വേറൊരു ചോദ്യം ചോദിക്കാം. ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പറയാം അയ്യോ മനസ്സിലാവുന്നില്ലേ, വെയിറ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അപ്പോൾ എങ്ങനെ പറയും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഉണ്ടോ? ലെറ്റ് ഹെർ എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ അവളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരും അനുവദിക്കുന്നില്ല, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ അനുവദിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അത് യൂസ് പിടികിട്ടിയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഞാൻ 2-3 ചോദ്യം ചോദിക്കാം, അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണേ. അവരെന്നെ എക്സാം എഴുതാൻ അനുവദിച്ചില്ല. അവർ, കുറേ ആൾക്കാരുണ്ട്, അവരെന്നെ എക്സാം എഴുതാൻ അനുവദിച്ചില്ല. ഇന്ന് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണ്, അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. അതെങ്ങനെ പറയും? നമുക്ക് പായസം ഉണ്ടാക്കാം, അങ്ങനെ സജസ്റ്റ് ചെയ്യാണ്. അടുത്തത്, ആ കുട്ടീനെ പോകാൻ അനുവദിക്കൂ. അങ്ങനെ അർത്ഥത്തിൽ ഒരു പെൺകുട്ടിയാണ്, അവളെ വിടൂ, അവളെ പോകാൻ അനുവദിക്കൂ. അതെങ്ങനെയാണ് പറയുക? അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോമൻസിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.